സിനിമയെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്തത് സിനിമയെ കുറിച്ച്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയാണ്. പക്ഷെ സുഖിയനെ കുറിച്ച് ഞാൻ നല്ലോണം പറയും. അടിപൊളി സുഖിയനാട്ടോ. ഇതിൽ കല്ല് കിട്ടിയിട്ടില്ലോ, ഇത് അടിപൊളി. അപ്പോ ഇന്ന് പോകുന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ കാന്താര കാണാൻ. കാന്താര അടിപൊളി സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പോയി നോക്കാന്ന് വിചാരിച്ചു. ഏത് കാന്താര പോട്. അപ്പൊ ഇനി കാന്താര കണ്ടിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ തിയേറ്ററിലെത്തിയായിരുന്നു. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് വേണ്ടെന്നാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ടിക്കറ്റ് വേണ്ടെന്ന്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുന്നത് വരെ നമുക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പുതിയ തിയേറ്ററാണ്, ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, സിനിമ തുടങ്ങിയെന്ന് പറയുന്നത്. ഒരു വേട്ടവളയും പറയുന്നത് തുടങ്ങി, ഒരു വേട്ടവളയും പറയുന്നത് തുടങ്ങിയില്ല എന്ന്. അപ്പോൾ നമ്മൾ ഡോറിൻ്റെ അവിടെ എത്തി. 1008 തുടങ്ങി തുടങ്ങി ഗൈസ്. ഞാൻ എവിടെ ഉണ്ട്? ഞങ്ങൾ അകത്ത് കയറാൻ പോണേ. ഗൈസ്, കാന്താര കണ്ടു. ഒന്നും പറയല്ല, വിഷയം പടം എന്ന് പറഞ്ഞാൽ അതിൽ ചില സീനുകളുണ്ടല്ലോ, കുളിര് കോരുന്ന സീൻസാണ്. ഒന്നും പറയില്ല. കുറേ പേര് ബലിയെടുത്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓരോ സീനും ഇതുമാണ് അടിപൊളിയായിട്ട്. എനിക്കും ചായ അവിടെ ഒരു സുഖിയാനും കൂടി എടുത്തോട്ടോ. അപ്പോൾ ചായക്കടയിൽ വന്നിരിക്കുകയാണ്. സിനിമ ഉണ്ടായിരുന്നു. ഒന്നും പറയില്ല. ചില പക്ഷേ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം മലയാളം ഡബ്ബിടാണ് കണ്ടത്. എനിക്ക് കന്നഡയിൽ കാണണം തോന്നി. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല സിനിമയാണ്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കണ്ടാലേ കിടുമായിരിക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ കന്നഡയിൽ കാണാൻ ശരിക്കും തോന്നി. അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഓരോ ഡയലോഗുകളും ഇതൊക്കെ ആദ്യത്തെ കാന്താര ഇറങ്ങിയ സമയത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ ഡയലോഗുകളും ആ ഒരു പഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കന്നഡയിൽ കാണാൻ തോന്നും. വിഷയമായില്ലോ. അതുകൊണ്ട് കന്നഡയിൽ കാണാനായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ കന്നഡയിൽ ഒന്നുകൂടെ കണ്ടുപോകാം. പക്ഷെ ഒന്നും അതിൽ വിഷയം സിനിമയാണ്, അടിപൊളിയാണ്, ഇതുമായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വന്നേക്കാം. അടിപൊളി. പറ, സിനിമയെ കുറിച്ച് പറ. അന്നേരം ഒന്നും മനസ്സിലായില്ല ഒന്ന് പോയിരിക്കുക. എന്തുവാടാ സത്യം പറയാലോ, കിടു സിനിമ. ഇതിന്റെ മുന്നത്തെ ഒരു കാന്താര എടുത്ത് കാല് വെച്ചിങ്ങനെ പൊളിച്ചു കളഞ്ഞല്ലേ. ആദ്യം ഒരു കാന്താര ഇറങ്ങിയില്ലേ, ആ കാന്താരയിൽ ഒരു രാജാവ് വന്നിട്ട് ദൈവം എൻ്റെ കൂടെ വരണം, ഈ സ്ഥലം ഞാൻ അവിടുത്തെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാമെന്ന് പറയുന്നില്ലേ, അതായിരിക്കും ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഇതിൽ കാന്താരയിൽ ശരിക്കത്തെ കാന്താര ദൈവം അവിടുത്തെ ഏതോ ഒരു പുള്ളിയുടെ കയ്യിൽ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് അതിൻ്റെ ആയിരിക്കും തോന്നുന്നു. മെയിനായിട്ട് ഇതിൽ ചാപ്റ്റർ 1ഉം ഇതിൻ്റെ ചാപ്റ്റർ 2 ഒക്കെ ബേസായി പോകുന്നത് ഇതിന് മുന്നേ ഇറങ്ങിയ ഒരു കാന്താരയില്ലേ, അതിൻ്റെ ബേസിലാണ് പോണത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് അതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നീ കണ്ടതിൽ വെച്ച് നിനക്ക് എന്താ മനസ്സിലായത് പറ.
സത്യം പറയാം, സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കഥ ഒന്നും മനസ്സിലായില്ല. എന്തുവാടാ മലയാളം ഉറങ്ങിപ്പോയാ അമ്മി കൂടുതലാണ്. ഇവിടെ എനിക്ക് ശരിക്കും കന്നഡയിൽ ഞാൻ ശരിക്കും ചായ കുടിക്കാനാണ്. ചായ 2-3 പേരെ കണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമ എടുക്കുന്ന ഷൂട്ടിൻ്റെ സമയത്ത്. 3-4 പേരാണ്. അതിനുള്ളതുണ്ട് കേട്ടോ, അടിപൊളി, കുഴപ്പമില്ല. പക്ഷെ സുഖിയനിൽ കല്ല് 2 പ്രാവശ്യം കല്ല് അടിച്ചു. എന്താ വ്ളോഗാ അറിയാത്ത പോലെ. പക്ഷെ സുഖിയൻ അത്രയ്ക്ക് പോരണ്ട. സുഖിയനിൽ 2 കല്ല് കടിച്ചവരെ ഗൈസ് ഒരു സാധനം എനിക്ക് അതെ പഴമ്പൊരിക്ക് കഴിയില്ല. സുഖിയൻ വരുമ്പോൾ സുഖിയനും കൂടി എടുത്തോട്ടാ. പൊക്കൂടെ രണ്ടും കാര്യമില്ല. കൊള്ളാട്ടാ. ഇത് കൊള്ളാം. പക്ഷെ 2 കല്ല് അടിച്ചു തോന്നുള്ളൂ. ചായ എങ്ങനെ ഉണ്ടാവും നോക്കില്ല, നോക്കാം. കൊള്ളാം കേട്ടോ, മോശപ്പെട്ട അഭിപ്രായമൊന്നുമില്ല. കാണാൻ പറ്റിയ സിനിമ, അടിപൊളി. മസ്റ്റ് വെച്ച സിനിമയാണ്. ഇപ്രാവശ്യത്തെ ഇതിൽ മറ്റേ കിണർ കാണിച്ചില്ലായിരുന്ന ആ കിണർ ഇതിന് മുമ്പ് ഇറങ്ങിയ കാന്താര ഇല്ലേ, ആ കാന്താര ആ കിണറിൻ്റെ ആ വട്ടത്തിൽ പോയിട്ടാണ് കാണാണ്ടാവുന്നത്. അപ്പം ആ കാന്താരൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്, അതല്ലേ? ഇപ്പോഴത്തെ കാന്താര കിണറിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് കാണാണ്ടായത്. മനസ്സിലായോ? അതാണ് കാര്യങ്ങളപ്പോൾ. കൊള്ളാട്ടോ, കാണാൻ പറ്റും. ഒരു സുഖിയനും കൂടി എടുത്തിട്ട് വരാം. രുക്മണി വസന്തി അപ്പോൾ ഗൈസ് സുഖിയൻ അടിപൊളിയാണ്. ചായയുടെ കൂടെ സുഖിയൻ പൊളിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എന്നെയും കൂടി മെൻഷൻ ചെയ്യണേ. ഫ്രീ ആയിട്ട് ഒരുത്തം പ്രൊമോഷൻ നടത്തുന്നു. പോടാ നടന്നു പോടാ. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ കമ്പനിയുടെ പ്രൊമോഷൻ എന്താ നോക്ക്. സിനിമയെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്തത് സിനിമയെ കുറിച്ച്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയാണ്. പക്ഷെ സുഖിയനെ കുറിച്ച് ഞാൻ നല്ലോണം പറയും. അടിപൊളി സുഖിയനാട്ടോ. ഇതിൽ കല്ല് കിട്ടിയിട്ടില്ലോ, ഇത് അടിപൊളി. ഇത് കൊള്ളാട്ടോ. എന്താ ടേസ്റ്റ്, അടിപൊളി. പിന്നെ പറഞ്ഞ ബാങ്ക് ബാലൻസ് എത്ര ബാങ്ക് ഉണ്ട്? വേറെ അക്കൗണ്ട് എടുത്തേ. വേറെ അക്കൗണ്ട് എടുക്ക്, വേറെ അക്കൗണ്ട് എടുക്ക്. ഓരോന്നത്തിൽ 14 പൈസ. 2 അക്കൗണ്ടുള്ളൂ. 48. മറ്റേ 2 ബാങ്ക് അക്കൗണ്ട്. നോക്ക് ഇപ്പൊ ഫ്യൂലടിച്ചത് നന്നായിടാ. അതായത് സെൽഫ് ട്രാൻസ്ഫർ ചെയ്ത് 26 അക്കൗണ്ട് മറ്റേലേക്ക് ഇട്ടിട്ടാണ്. അപ്പൊ എന്റെ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്, കുഴപ്പമില്ല. ചായ ഇപ്രാവശ്യം കൊള്ളാട്ടാ. കഴിഞ്ഞ പ്രാവശ്യം കൊള്ളില്ലായിരുന്നു. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഓള ചായ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൊള്ളാം. നല്ല ചായ. ഇപ്രാവശ്യം നല്ല ചായ, ഒന്നും പറയാനില്ല. വിഷയം ചേട്ടാ പ്രൊമോഷനാണെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ പോയാലും എന്താ പറയുക. നല്ല ചായ, നല്ല ചായ, കുഴപ്പമില്ല.
ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ചായ ആയിരുന്നു. ഒന്ന് രണ്ട് ക്ലിപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ക്ലൈമാക്സ് അതൊന്നും ഇടില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രം കാണുന്നുള്ളൂ. സബ്സ്ക്രൈബർ ഓൺലി. പിന്നെ അല്ലാണ്ട് സബ്സ്ക്രൈബർ ഓൺലിയാണ്. എനിക്ക് ശരിക്കും കന്നഡയിൽ കാണണം തോന്നുന്നു. പോയി ബാംഗ്ലൂർ പോയിട്ട് കാണും ഉറപ്പായിട്ടും കന്നഡയിൽ കാണാൻ നല്ലത്. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞു. സിനിമ കണ്ടു. സിനിമ ഒന്നും പറയാനില്ല വിഷയം. അപ്പോൾ ചായ കുടിച്ചു നേരം വീട്ടിലോട്ട് പോകാം. അപ്പോൾ സിനിമ ഇനി അടുത്ത സിനിമ ബൾട്ടി കാണാൻ പോകണം എന്നാണ് പ്ലാൻ. നോക്കട്ടെ, ബൾട്ടി കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ പിന്നെ